നമുക്ക് ഒരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കിയാലോ? ഇന്ന് ലഞ്ചിന് ഞാൻ മാത്രമായതുകൊണ്ട് എനിക്കിഷ്ടമുള്ള എന്തും ഉണ്ടാക്കാം. മത്തി ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് ആദ്യം തന്നെ മത്തി ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വൈറൽ മത്തി ഫ്രൈ. നല്ല ചൂടുള്ള തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചതും കൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വാളംപുളിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതുപോലത്തെ കണ്ടുപിടുത്തം നടത്തുന്നവരെ സത്യം പറഞ്ഞാലൊന്ന് അഭിനന്ദിക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലനകത്ത് മത്തി ഇങ്ങനെ വരി വരിയായിട്ട് നിരത്തി കൊടുക്കണം. ചെറുതായി വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആസ്വദിച്ചാണല്ലോ ചെയ്യുക. ഇനി മുളക് ചുട്ടരച്ചിട്ടുള്ള ഒരു ചമ്മന്തി കൂടി റെഡിയാക്കാം. അല്ലെങ്കിലും ചാറ് കറിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലത്തെ ഐറ്റംസ് ആണ്. ഇനി എന്തോ ഒന്നിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. അതെന്താണെന്നല്ലേ, നമ്മുടെ മുട്ട പൊരിച്ചതും കൂടി ഉണ്ടാക്കിയാൽ നമുക്കിന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. ഉള്ളിയോട് ചെറുതായിട്ടൊരു എതിർപ്പുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം തേങ്ങയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നല്ല ചൂടുള്ള തവേൻ്റെ മുകളിൽ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞട്ടോ. ഇനി ഇതൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കാം. അലങ്കാരത്തിന് കാന്താരി മുളക് ഉപ്പിലിട്ടതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും മാത്രമേ അവസരം കിട്ടാറുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ. മത്തി വറുത്തതും ഉപ്പേരിയും ചമ്മന്തിയും മുട്ടയൊക്കെ കൂട്ടി ഒരു പിടിപിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.